നല്ല പടം, നല്ല അഭിനയം. പൃഥ്വിരാജ് നന്നായി അഭിനയിച്ചിട്ടുണ്ട്, നന്നായി എടുത്തിട്ടുണ്ട്. നല്ല സുഖമായിട്ട് കാണാൻ നല്ല രസമാണ്. ജീവിതമാണ്. ഒന്നും പറയാനില്ല. എല്ലാരും കാണണം. അനുഭവം അല്ലേ ഓരോരുത്തരുടെ. എല്ലാരും പടം അടിപൊളി സിനിമ, അടിപൊളി. അടിപൊളി, നല്ല ഇരുന്ന് കാണാം ഫാമിലി ആയിട്ട്. സൂപ്പർ, നല്ല മൂവി, നല്ല അടിപൊളിയായിരുന്നു. വളരെ നന്നായിട്ട് ഇത്രയും നല്ലൊരു സിനിമ കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിനിമയായിരുന്നു. അതെ, അതെ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതെ, സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു, നല്ല മൂവിയാണ്. ഭയങ്കര നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ഒക്കെ വേറെ ലെവൽ. മ്യൂസിക് ചില സ്ഥലത്തേക്ക് അവസാനം വരുമ്പോൾ ക്ലൈമാക്സ് ശരിക്കും നെഞ്ചിൽ തട്ടണ പോലെ ഉണ്ട്. അടിപൊളി പടമായിരുന്നു. നല്ല പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമായിരുന്നു. നല്ല ഫിലിമായിരുന്നു. അടിപൊളി പടം. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ല സിനിമയാണ്. ഓൾമോസ്റ്റ് പണ്ട് വായിച്ചാൽ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഓർമ്മ വന്ന്. ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നല്ല, അടിപൊളിയാ. അങ്ങനെ വള്ളം വരും കണ്ടിട്ട്. പൊളിപ്പട, സൂപ്പർ, വേറെ ലെവൽ, ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു. എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലസ്സിയുടെ പടത്തിൻ്റെ ഒരു സെയിം അതായത് ഇതുവരെ ബ്ലസ്സിൻ്റെ തന്മാത്രം അതുപോലെ മറ്റുള്ള പടങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു എന്ന് മാത്രം. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ, എൻ്റെ അമ്മോ, എൻ്റെ ലൈഫിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് പൃഥ്വിരാജ്. വേറെ ലെവൽ. ചില സീൻസുകളൊക്കെ കണ്ടിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സിംപ്ലി സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, സൂപ്പർ പടം. സൂപ്പർ, അടിപൊളി പടം. ബ്ലെസ്സി മാജിക്. സൂപ്പറായിരുന്നു. സൂപ്പറാണ്, പക്ഷെ ഭയങ്കര സഹിക്കുന്നില്ല. ഗംഭീര സിനിമയാണ്, കാണേണ്ട പടമാണ്. പൃഥ്വിരാജിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്, ഞെട്ടിപ്പോവും. കുഴപ്പമില്ല, ആവറേജ്. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നല്ല ഫിലിം, നല്ല അടിപൊളിയാണ്. നന്നായിരുന്നു.